ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗദങ്ങളെ അങ്കിളും കൂടി കെട്ടിപ്പിടിക്ക്. ഞാനങ്ങനെ ഇങ്ങനെ പെരത്തോടെ കെട്ടിപ്പിടിക്ക്. കൈ ഇങ്ങ് കൊണ്ടുവാ. മോളെ, അല്ല ഇതെന്താ വണ്ടി കേട്ട്? വണ്ടി എവിടെ നിന്നെടുത്തു? പണയത്തുക അടച്ച് വണ്ടി തിരിച്ചെടുത്തു. അതുവഴി സ്കൂളിൽ പോയി മോളെയും കൂട്ടി. നശിച്ച ജന്മങ്ങൾക്കൊന്നും ചാക്കാലേ ഇല്ലേ? അപ്പച്ചി, നടുവേനൊക്കെ എങ്ങനെയുണ്ട്? കുറവില്ലേ? ദേ, വളരെ സൂക്ഷിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നടുവോ വളയാൻ വരെ സാധ്യതയുണ്ട്. പിന്നെ കൂനി നടക്കേണ്ടി വരും. ദേ, പുരാണത്തിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. ആ ശിവ, പറടാ. ആ, എവിടെ? വന്ദനമ്മേ, ദേ ഇത് കണ്ടോ? ആഹാ, ഇതെവിടുന്നാ? ജഗണങ്ങള് വാങ്ങിച്ചെന്നാണോ? അല്ല, പിന്നെ പിന്നെ ആരാ ഈ ചോക്ലേറ്റ് വാങ്ങിച്ചെന്നത്? രാഘേന്റെ സ്കൂളിൽ വന്നിരുന്നു, ആന്റി തന്നതാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇത് വാങ്ങിയത്? ആ രാഖി നിന്നെ ഉപദ്രവിച്ചതൊക്കെ നീ അങ്ങ് മറന്നോ? ആന്റി സ്നേഹത്തോടെ തന്നപ്പോ നീ എല്ലാം അങ്ങ് മറന്നുപോയോ? അവളുടെ ഒരു ആന്റി ഒരു ചോക്ലേറ്റ് എന്നപ്പോ അവൾ എല്ലാം അങ്ങ് മറന്നു. വാ ഇങ്ങോട്ട്. പൊയ്ക്കോ പൊയ്ക്കോ. നിന്റെയൊക്കെ പ്രാക്കുകൊണ്ടാ ആനന്ദവലിക്ക് അടി തെറ്റിപ്പോയത്. ഞാൻ കൂനിയായി പോവുമെന്ന് കാണിച്ചു തരാൻ ഞാൻ. എടാ, നീ ഫോണൊക്കെ ചെയ്തോ? നിന്റെയും നിന്റെ അച്ചിയുടെയും ജീവിതം കൂനിക്കൂടി പോകുന്നത് കണ്ടിട്ടേ ഈ ആനന്ദവല്ലി പോകൂ. ഈ ദിയെ തുരുത്തണമെങ്കിൽ ആ രാഖിയെ രംഗത്തിറക്കി കളിക്കണം. എങ്കിലേ വന്ദനയ്ക്ക് വേദനിക്കൂ. വന്ദനയ്ക്ക് വേദനിച്ചാലേ ജഗന് നോവൂ. വന്ദനമ്മേ, വാ ഉറങ്ങാം. ദിയമോൾക്ക് ഉറക്കം വരുന്നു. മോളിനി ആര് ചോക്ലേറ്റ് തന്നാലും വാങ്ങരുത്. ആര് വിളിച്ചാലും കൂടെ പോവുകയും ചെയ്യരുത്. ഞാൻ ആര് വിളിച്ചാലും പോവില്ല വന്ദനമ്മേ. മോളെ, ആ രാഖി ആന്റി മോൾക്ക് ചോക്ലേറ്റ് തരുകയാണെങ്കിൽ മോളിനി അത് വാങ്ങരുത്. എവിടെയെങ്കിലും പോവാൻ വിളിച്ചാ കൂടെ പോവുകയും ചെയ്യരുത്. ഇല്ല വന്ദനമ്മേ, ഞാൻ എന്റെ വന്ദനമ്മ വിട്ട് എങ്ങും പോവില്ല. വാ വന്ദനമ്മേ, ദിയമോൾക്ക് ഉറക്കം വരുന്നു. മോള് രാഖി ആന്റി എന്നല്ല, പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുത്. മോളില്ലെങ്കിൽ വന്ദനാമ്മയുമില്ല. ദേമോള് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കില്ല എന്ന് സത്യം ചെയ്യേ. സത്യം. എന്റെ വന്ദനമ്മ പറയാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കില്ല. എന്റെ വന്ദനമ്മയുടെ സത്യം. ഇനി ഉറങ്ങാൻ വന്ദനമ്മേ. ജഗ, ബെഡിൽ വന്ന് കിടക്കോ? വേണ്ട വന്ദനെ, ഞാനിവിടെ നിലത്ത് കിടന്നോളാം. വേണ്ട, ജഗൻ നിലത്ത് കിടക്കണ്ട. ദേമോളുടെ അടുത്ത് കിടന്നാ മതി. വന്ദന ദേമോളുടെ അടുത്ത് കിടന്നാ മതി. ഞാൻ താഴെ കിടന്നോളാം. വേണ്ട ജഗ, ബെഡിൽ വന്ന് കിടക്ക് പ്ലീസ്.
ഞാനല്ലേ പറയുന്നേ. ജഗനങ്കിൾ, നമുക്ക് 3 പേർക്കും കൂടി ഇവിടെ കിടക്കാം. വാ. വന്ദനമ്മേ, എനിക്ക് വേദനിക്കുന്നു. മോളെ, മോള് പേടിക്കണ്ട. മോളെ ആരും ഒന്നും ചെയ്യില്ല. മോൾക്ക് വന്ദനാമ മാത്രമല്ല, ജഗനങ്ങളും ഉണ്ട്. മോള് ധൈര്യമായിട്ട് ഇറങ്ങിക്കാം. അതിനെനിക്ക് പേടിയുണ്ടെന്ന് വന്ദനമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞേ? ജഗനങ്കിൾ ഉള്ളപ്പോ എനിക്ക് ആരെയും ഒരു പേടിയും ഇല്ല. മതി, മിണ്ടത് കിടന്നുറങ്ങ. ഒരു ഉണ്ണിയർച്ച വന്നിരിക്കുന്നു. വന്ദനമ്മേ, എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോ ഒരു അസ്വസ്ഥത. ഞാൻ ആ സൈഡിൽ കിടന്നോളാം. എവിടെ? വന്ദനമ്മേടെ അപ്പുറത്ത്. അതൊന്നും വേണ്ട, മോള് വീഴും. മോളെ നീങ്ങ, നീക്കടാ. ജഗനങ്കിളെ, അങ്കിളും കൂടി കെട്ടിപ്പിടിക്ക്. ഞാനങ്ങനെ ഇങ്ങനെ പുറത്തൂടെ കെട്ടിപ്പിടിക്ക്. മോളെ കൈ ഇങ്ങ് കൊണ്ടുവാ. വന്ദനെ, മോളുറങ്ങിയോ? എന്നാ വന്ദനെ ഒന്ന് തിരിഞ്ഞു കിടന്നേ. സ്വപ്നായിരുന്നോ? വെറുതെ കൊതിച്ചു. ഇതെന്താ കട്ടൻ ചായയോ? നിന്നോട് ഞാൻ കട്ടൻ ചായ ചോദിച്ചോ? ഇല്ല, ഞാൻ കട്ടൻ തന്നതാ. എനിക്ക് രാവിലെ ചായയാണ് ശീലം, നിനക്കറിയില്ലേ? അറിയാം. ആ പിന്നെ എന്തിനാ കട്ടൻ എടുത്ത്? പാലില്ലാതെ ചായ ഉണ്ടാക്കേണ്ട മാജിക് ഒന്നും എനിക്കറിയില്ല. മാനത്തെ കൊട്ടാരം